ഹലോ, ഈ വരുന്ന മെയ് 11 നമ്മുടെ അർച്ചന ചേച്ചിയുടെ കല്യാണം കേട്ടോ. അർച്ചന ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദേ കല്യാണം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ദേവും കൂടി അതിനെടുക്കാൻ ഒരു സാരി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ ദേ ഈ ഒരു സാരി അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫോണിൽ കാണുന്ന കളറേ അല്ല, ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഒരു എറുപ്പുള്ള കളറാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സാരികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഡാർക്ക് ബ്ലൂ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവ് ഒരു സ്കൈ ബ്ലൂ സാരി ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി ഇതിൽ ഏതെടുക്കണമെന്നുള്ളത്. അങ്ങനെ കുറേ നേരം നമ്മൾ തപ്പിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ എന്നിട്ട് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ കുറേ സാരികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ദേവ് കൊടുത്ത ആ സ്കൈ ബ്ലൂ സാരിയുടെ തന്നെ സെയിം അതേ കളറും വേറെ പ്രിന്റും വരുന്ന ഒരു സാരിയും കൂടി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കരുതി എന്നാൽ നമുക്ക് ഒരുപോലെ എടുക്കാമെന്ന്. പക്ഷേ വീണ്ടും നമ്മുടെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും എൻ്റെ നോട്ടം ഈ ഒരു ഡാർക്ക് ബ്ലൂവിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഗ്രീനും വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ എൻ്റെ സാരി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ദേവ് ഇതേ 2 സ്കൈ ബ്ലൂ സാരി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എഴുതെടുക്കണമെന്ന് അറിയാതെ. പക്ഷേ ഒരെണ്ണത്തിൻ്റെ അത് കോൺട്രാസ്റ്റ് കളർ വരുന്ന കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ദേവ് ഈ 2 സാരിലാട്ടോ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഇത് എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ ആ ചേച്ചി പറഞ്ഞു നമുക്ക് വെച്ച് കാണിച്ചു തരാം, അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 2 സാരി 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം അവൾ ഈ 2 സാരിക്കകത്ത് തന്നെ ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതിൽ ഏത് സാരി ആയിരിക്കും എടുത്തിരിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്കിട്ട് ലൈം കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.